ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ, എനിക്കറിയാം നിങ്ങൾ തിരക്കാണ്, രാവിലെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നതിനോട് ബന്ധത്തിൽ വളരെ ബിസി ഷെഡ്യൂളാണ്. എന്നാൽ ദൈവവചനം കേട്ട് നിങ്ങളുടെ ഈ ദിവസം ആരംഭിക്കുക. നിശ്ചയമായിട്ടും ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് നിങ്ങളെ നടത്തുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ബുക്ക് ഓഫ് റോമൻസ്, റോമാലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വവും ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് റോമാലേഖനം. ലേഖനങ്ങളുടെ റാണി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഒത്തിരി ആത്മീക അർത്ഥങ്ങൾ അന്തർലീനമായിരിക്കുന്ന അർത്ഥവത്തായ ഒരു ആത്മീക ജീവിതത്തിൽ, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആത്മീക മർമ്മങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം തന്നെ വിശ്വാസത്താൽ ഉള്ള നീതീകരണം. അതുപോലെ തന്നെ ജസ്റ്റ് shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ആത്മീക മർമ്മങ്ങളാണ് ഇതിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇവിടെ സമർത്ഥിക്കുന്നത് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അത് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കൂ. എന്നാൽ നമ്മുടെ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നീതീകരണം ലഭിച്ചത്, അബ്രഹാം എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്താലാണ് പ്രാപിച്ചത്, അല്ലാതെ പ്രവൃത്തിയാലല്ല. വിശ്വാസവും പ്രവൃത്തിയും ഈക്വലായിട്ട് പോകണമെന്ന് യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത പ്രവൃത്തി, ഇത് രണ്ടും വ്യർത്ഥമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് സമർത്ഥിക്കുന്നത് വിശ്വാസം വേണം. എനിക്കും നിങ്ങൾക്കും വിശ്വാസം വേണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ, നമ്മളെല്ലാം വിശ്വാസികളാണ്, വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന കസേര നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ തലയുടെ മുകളിൽ കറങ്ങുന്ന ഫാന് അത് താഴെ വീഴത്തില്ലെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഫാനിൻ്റെ കീഴിൽ ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് കോമൺ വിശ്വാസമാണ്. പണ്ട് ഈ MC റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ അവിടെ ബോർഡുണ്ടായിരുന്നു, ഒരു ജുവല്ലറിയുടെ പരസ്യം, വിശ്വാസമല്ലേ എല്ലാം എന്നൊക്കെ പറയുന്ന ഒരു ജുവല്ലറി പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെക്കുറിച്ചല്ല, അതൊക്കെ കോമൺ ഫെയ്ത്താണ്. നമുക്കെല്ലാവർക്കും മനുഷ്യരിൽ തമ്മിൽ വിശ്വാസമുണ്ട്. എന്നാൽ
ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നു, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മുടെ കൺമുമ്പിൽ ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ എൻ്റെ ദൈവം സർവശക്തനാണെന്നും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഒന്ന്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ദൈവമുണ്ടെന്ന്? പലരുടെ ജീവിതം കണ്ടിട്ട് ദൈവം ഉണ്ടോ എന്നുള്ള വിശ്വാസം പോലും അവർക്കില്ല. ദൈവമുണ്ടോ? വെറും തോന്നിയവാസം ജീവിക്കുന്നവർ, ഒരു ധാർമ്മികതയുമില്ല, അസത്യം പറയുന്നവർ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മര്യാദ കെട്ട് നടക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കണം. അബ്രഹാം അതാണ് ചെയ്തത്. എന്താണ് അബ്രഹാമിനെ ദൈവം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇടയിലുള്ള മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ മഹത്തായ ദേശത്തിൻ്റെ ഊരെന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് സർവശക്തനായ ദൈവം ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ആ ദൈവ വിളിയുടെ മുമ്പിൽ ആമേൻ ആഴിയെന്നോർക്കാതെ, ആഴമാരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ സമുദ്രത്തിന് നടുവിലേക്ക് ഇറങ്ങുന്നത് പോലെ വിളിച്ച ദൈവത്തിൻ്റെ പാതകളെ പിൻപറ്റിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ചു. ദൈവം ഒത്തിരി വാഗ്ദത്തം കൊടുത്തു. പേര് വലുതാക്കുമെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു, ദേശം തരുമെന്ന് പറഞ്ഞു, സന്തതിയെ തരുമെന്ന് പറഞ്ഞു, നിന്റെ സന്തതി ലോകത്തിൽ എണ്ണിക്കൂടാതെ വണ്ണം വലുതായി തീരുമെന്ന് പറഞ്ഞു, നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞതൊക്കെ ദൈവം കൊടുത്തു. ഒടുവിൽ കിട്ടേണ്ടത് ഏറ്റവും മഹത്തായ സന്തതി കിട്ടിയില്ല. 75-ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആമേൻ മെസൊപ്പൊട്ടേമിയയിൽ ഊരിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന് 99 വയസ്സായിട്ടും ഒരു മകനെ കിട്ടിയില്ല. 99-ാമത്തെ വയസ്സിലും വാഗ്ദത്തം റിന്യൂ ചെയ്തുകൊണ്ട് ദൈവം പറയുന്നു, നിനക്ക് സന്തതിയെ തരും. ആമേൻ. ആ സമയമായപ്പോൾ തൻ്റെ ശരീരം നിർജീവമായി. സാറയുടെ ഗർഭപാത്രം നിർജീവമായി. സാറയ്ക്ക് 90 വയസ്സ്, അബ്രഹാമിന് 99 വയസ്സ്. പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് നിരാശയുടെ നീർച്ചുഴിയിൽ അമർന്നുപോയ സമയത്ത് നമുക്കറിയാം 12-ാമത്തെ അധ്യായത്തിലാണ്, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് ഈ വാഗ്ദത്തം കൊടുക്കുന്നത്. 15-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും ഇറങ്ങി വന്ന് ഈ വാഗ്ദത്തത്തെ ഉറപ്പിക്കുക. 17-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും ഇറങ്ങി വന്ന് ഈ വാഗ്ദത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിനക്ക് സന്തതിയെ തന്നിരിക്കും. നോക്കുക, പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. 17-ാം അധ്യായമായപ്പോൾ ദൈവം പറഞ്ഞു സന്തതിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം തന്നെ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ദൈവമേ എനിക്കിനി തന്നില്ലേലും കുഴപ്പമില്ല കേട്ടോ, എൻ്റെ ആ ഇസ്മായേലിനെ നീ എന്നെ നിന്ന് എടുത്തു കളയാതെ അവിടെ നിർത്തിയാൽ മതി. ദൈവം പറഞ്ഞില്ല, ഇസ്മായേൽ അല്ല, ഒരു വാഗ്ദത്ത സന്തതി, അത് ഞാൻ നിനക്ക് തന്നിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. കാലങ്ങൾ പഴകിയതോ കാലങ്ങൾ കഴിഞ്ഞു പോയതോ വിഷയമല്ല ദൈവമക്കളെ. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത സർവശക്തനായ ദൈവമാണ്. ആ വാക്കിൻ്റെ മുമ്പിൽ അബ്രഹാം വിശ്വസിച്ച വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു. എങ്ങനെ അബ്രഹാം വിശ്വസിച്ചു? അതാണ് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. നോക്കുക, എങ്ങനെ വിശ്വസിച്ചത്? മരിച്ചവരെ ജീവിപ്പിക്കാൻ. അബ്രഹാം മരിച്ചവരെ ആരെങ്കിലും ജീവിപ്പിച്ച കണ്ടോ? ഇല്ലല്ലോ. അബ്രഹാം ആരെയും കണ്ട് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ മരിച്ചവർ ജീവിക്കുന്ന കണ്ടില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ പെട്ടെന്ന് ദൈവം ഉണ്ടാക്കുന്ന ഇതുവരെ കണ്ടില്ല. ആ വെളിപ്പാട് ഒരുപക്ഷെ മോശയുടെ സമയമായി മോശയ്ക്ക് കിട്ടി, അബ്രഹാമിനൊന്നും കിട്ടില്ല. മോശയ്ക്ക് കിട്ടിയോണ്ടാണല്ലോ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ പഞ്ചഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ച് ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയാണ്. എന്നാൽ ആ ഒരു വെളിപ്പാട് അബ്രഹാമിന് കിട്ടിയില്ല. എങ്കിലും അബ്രഹാം വിശ്വസിച്ചു,
മരിച്ചവരെ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉളവാക്കി കെടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നാസ്തിത്വത്തിൽ നിന്നും ആസ്തിത്വത്തെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവം സർവശക്തൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്, ചിലരോട് ഇടപെടുകയാണ്. നിങ്ങളുടെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ, നിർജീവമായി പോയ ശരീരത്തെ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കാൻ. എന്താണോ ഇല്ലാത്തത്, ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ എന്തെങ്കിലും ഉള്ളതിൽ നിന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കുന്നതാണ്. വുഡിൽ നിന്ന് ടേബിൾ ഉണ്ടാക്കിയെടുക്കും, എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നുണ്ടാക്കും. എന്നാൽ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ ചിലതിനെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. നീ നിന്റെ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്, അവിശ്വസിക്കരുത്. വിശ്വസിക്കാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ തയ്യാറായാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ചിലതിനെ ഉണ്ടാക്കി നിന്റെ കൈകളിൽ കൊണ്ട് തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ആമേൻ. ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തെ നീ ലിമിറ്റ് ചെയ്യല്ലേ കേട്ടോ. ദൈവത്തെ നീ ലിമിറ്റ് ചെയ്യല്ലേ. എൻ്റെ ദൈവത്തെ നീ വലുതായിട്ട് കാണണം. നീ എത്രത്തോളം എൻ്റെ ദൈവത്തെ, സുഹൃത്തെ, പ്രിയ സഹോദര, നീ പലപ്പോഴും പറയത്തില്ല, ചെയ്യത്തില്ല, നടക്കത്തില്ല, സംഭവിക്കത്തില്ല. സംഭവിക്കും. വാ തുറന്നൊന്ന് പറഞ്ഞേ. ഇപ്പം സംഭവിക്കും, നടക്കും. എൻ്റെ വിഷയത്തിൽ അത്ഭുതം നടക്കും. എൻ്റെ കുടുംബജീവിതത്തിൽ അത്ഭുതം നടക്കും. എനിക്കൊരു തലമുറയെ തരാൻ ദൈവത്തിന് കഴിയും. എനിക്കൊരു വീട് തരാൻ ദൈവത്തിന് കഴിയും. എൻ്റെ രോഗത്തെ സൗഖ്യമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കഴിയും, കഴിയും, കഴിയും. ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇസ്രായേൽ മക്കളുടെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർ ദൈവത്തെ അവിശ്വസിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ അവിശ്വസിച്ചു. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ അവിശ്വസിപ്പിച്ചു. എങ്ങനെ ദൈവത്തെ അവിശ്വസിച്ചു? 78-ാം സങ്കീർത്തനം അതിന് 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 78-ാം സങ്കീർത്തനം 41-ാമത്തെ വാക്യം. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു. They again and again tempted God. അടുത്തത്, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു they limited the holy one of Israel. അവർ ദൈവത്തെ പരിമിതപ്പെടുത്തി. സർവശക്തനായ ദൈവം, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, ഗതിഭേദങ്ങളിലുള്ള ആച്ഛാദനം സംഭവിക്കാത്തവൻ. ഈ സർവശക്തനായ ദൈവത്തെ അവർ ലിമിറ്റ് ചെയ്തു. എങ്ങനെ ലിമിറ്റ് ചെയ്തേ? അതേ അധ്യായത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നു. 19-20 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവർ ദൈവത്തിന് വിരോധമായി അങ്ങനെ ലിമിറ്റ് ചെയ്തത്. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ, എന്നിട്ട് പറയാണ് മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് നോക്കിയേ, കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിച്ചു കൊണ്ടുവന്ന് ചെങ്കടൽ വിഭാഗിച്ചു കൊണ്ട് നടത്തി, അവരെ മരുഭൂമിയിലൂടെ നടത്തി, മാറയെ മധുരമാക്കി, മന്ന പൊഴിച്ചു കൊടുത്ത ദൈവത്തെ കുറിച്ച് ഇപ്പോഴവർ പറയുകയാണ് മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. അടുത്തത്, അവൻ പാറയെ അടിച്ചു. അവർ പറയുകയാണ് പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം തന്നു, തോടുകൾ ഉണ്ടാക്കി കവിഞ്ഞൊഴുകി. സത്യം, അത് ശരിയാണെന്നേ. എന്നാൽ അതാ നമ്മളൊക്കെ പറയുന്ന പോലെ അല്ലേ, ക്യാൻസർ രോഗം സൗഖ്യമാക്കി തലവേദന മാറ്റാൻ ദൈവത്തിന് കഴിയുമോ? യെസ്. വിശ്വസിക്കണം കേട്ടോ. ചെറിയ വാക്കുകൊണ്ട് പോലും ദൈവത്തെ പരിമിതപ്പെടുത്തല്ലേ. നാസ്തിത്വത്തിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും നിനക്ക് വേണ്ടി സകലതും സമൃദ്ധിയായി തരാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ആ ദൈവത്തിൽ നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചു, നീതിയായി കടക്കിട്ടു. 100-ാമത്തെ വയസ്സിലൊരു വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുത്തു. ഈ ദൈവം 100-ാമത്തെ വയസ്സിലും പ്രവർത്തിക്കാൻ ശക്തൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവൻ,
സമർപ്പിച്ചു കൊടുക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ എഴുതി തള്ളിയ ചില വിഷയത്തിൽ അത്ഭുതം നടക്കുന്നു. നിങ്ങൾ അടച്ചു വച്ച വിഷയത്തിൽ അത്ഭുതം നടക്കുന്നു. ദൈവമഹത്വം നിങ്ങളുടെ വിഷയങ്ങളിൽ വെളിപ്പെടുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമ്പൂർണമായി ജനത്തെ സമർപ്പിക്കുന്നു. ഇല്ലായ്മയിൽ നിന്നും സകലത്തെ ഉളവാക്കാൻ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനെന്ന് വിശ്വസിക്കാനുള്ള കൃപ ഈ ജനത്തിന് കൊടുക്കണം. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ അത്ഭുതം നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു വിളക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു വിളക്കണമേ. അവൻ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. അവൻ പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. അവൻ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. അവൻ സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മശക്തിയാലിന്നു നടത്തണമേ, ആത്മശക്തിയാലിന്നു നടത്തണമേ. അവൻ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും അവരിന്നു വെഴുകുപോരുക്കണമേ, ഇന്നു വെഴുകുപോരുക്കണമേ. അത്തീരങ്ങളെ ഒരുക്കിടുവാൻ, അത്തീരങ്ങളെ ഒരുക്കിടുവാൻ അവൻ സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ, സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ. അവൻ നല്ല വണ്ണമാകും ഫലം കൊടുപ്പാൻ, നല്ല വണ്ണമാകും ഫലം കൊടുപ്പാൻ. അവൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, അവൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം പാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം